ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഗീതിക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ അധികം പ്രൊഡക്റ്റീവ് ആയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഏകദേശം രാവിലെ ഒരു 5:10 ഒരു 5 മണി ആ ഒരു സമയപ്പോഴത്തേക്ക് എണീറ്റിട്ടുണ്ടായിരുന്നത് വെച്ചാൽ എനിക്കിന്ന് ബോട്ടണീൻ്റെ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സാം ഇട്ടപ്പോഴത്തേക്കും ഞാൻ ആബ്സെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് റീടെസ്റ്റിനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്നെ കണ്ടാൽ തന്നെ അറിയാം ഞാൻ മൂടി പതച്ചാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ പുറത്ത് നല്ല മഴയുണ്ട്, അതിൻ്റെ കൂടെ തന്നെ നല്ല തണുപ്പും. പിന്നെ ഞാൻ ഈ ഒരു സംഭവം ഇന്നലെ രാത്രി തന്നെ പഠിച്ച് തീർക്കണം എന്ന് വിചാരിച്ചാണ്. പിന്നെ മടികൊണ്ട് ഞാൻ ഇന്നലെ ഒന്നും പഠിച്ചില്ല. മെയിനായിട്ട് ഇന്നലെ ഞാൻ ഒന്നും പഠിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാനിങ്ങനെ വ്ളോഗ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പഠിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാനൊരു മോർണിംഗ് പേഴ്സൺ ഒന്നും അല്ല. സത്യം പറഞ്ഞാൽ രാവിലെ ഒരു 5 മണിക്ക് അലാറം വെച്ച് കഴിഞ്ഞാൽ സ്നൂസ് ചെയ്യും. പിന്നെ 10 മിനിറ്റ് 15 മിനിറ്റ് അങ്ങനെ 7 മണി വരെയാവും. പിന്നെ 7 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ സമയമില്ല, പഠിക്കാൻ സമയമില്ല. ഒരുങ്ങണം, 8 മണിയാകുമ്പോഴത്തേക്കും ഒരുങ്ങണം, എന്നിട്ട് പോകണം സ്കൂളിലോട്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ. അങ്ങനെ രാവിലെ എണീക്കാറില്ല. രാത്രി നീ പഠിച്ചായി, അല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ബോട്ടണി പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബുക്ക് എടുത്ത് വെക്കാൻ പോയി. ബുക്ക് എടുത്ത് വെക്കുമ്പോൾ ഞാൻ മാക്സിമം ആവശ്യമില്ലാത്ത ബുക്കൊക്കെ ഒഴിവാക്കും. ഇപ്പോൾ ടീച്ചേഴ്സ് പഠിപ്പിച്ചില്ലെങ്കിൽ ആ ബുക്കൊക്കെ ഒഴിവാക്കും. ടീച്ചേഴ്സ് വരുമോ ഇല്ലയോ എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കിയിട്ട്, മെയിനായിട്ട് വെയിറ്റ് കൊണ്ടല്ല, ഈ ബാഗിൽ കുറേ ബുക്ക് വെക്കുമ്പോഴത്തേക്കും ബാഗിന് വീർത്ത് വലിയ ബാഗ് പോലെ ഉണ്ടാവും. അപ്പം ഞാൻ ഇരിക്കുന്ന ഡെസ്കിൻ്റെ അവിടെ സ്പേസ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെയാണ് ഞാൻ ബാഗ് വെക്കാറ്. അപ്പോൾ അത് കയറില്ല. അപ്പോൾ ഞാൻ മാക്സിമം കുറച്ച് ബുക്കാണ് എടുക്കാൻ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ടെക്സ്റ്റ് ഒന്നും എടുക്കാറേ ഇല്ല, നോട്ട്ബുക്ക് മാത്രമാണ് എടുത്തിട്ട് പോകുള്ളൂ. പിന്നെ നിർബന്ധമായിട്ടുള്ള 2 or 3 ടെക്സ്റ്റ് അത്ര. പിന്നെ ഞാൻ നേരെ യൂണിഫോമൊക്കെ എടുത്ത് മേലോട്ട് പോയി യൂണിഫോം അയൺ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവിടെ അയൺ ടേബിളൊന്നുമില്ല, ഞാൻ ഇതേപോലൊരു ഡെസ്കിൽ തുണി വിരിച്ചിട്ടാണ് ഇങ്ങനെ തേക്കാറ്. അപ്പോൾ അതങ്ങനെ തേച്ചുകൊണ്ടിരിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ഫ്രഷായി. പിന്നെ ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ വരുന്ന മുമ്പ് അത് അപ്ലോഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ കാണാം. ഒരു ഷോർട്സ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നെന്തായാലും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കുന്നതോടെ ഞാൻ അത്യാവശ്യം വേഗത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതും ചെയ്യണം, അതിൻ്റെ കൂടെ ഒരുങ്ങുകയും ചെയ്യണം, എന്നിട്ട് വേണം പോകാനായിട്ട്. പിന്നെ എനിക്കാണെങ്കിൽ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് ഒരുങ്ങി എന്നാൽ മതി. എന്നിട്ട് എനിക്ക് ഇവിടുന്ന് ഒരു 15-20 മിനിറ്റ് നടക്കാനുണ്ട്. എന്നിട്ട് അവിടുന്ന് ഒരു ജംഗ്ഷനിൽ സ്കൂൾ ബസ് കയറി സ്കൂളിലോട്ട് പോവാണ് ചെയ്യാറ്. പിന്നെ വരുമ്പോഴത്തേക്കും ഒരു 5:15 ആ ഒരു സമയമാവും. എനിക്ക് ആദ്യം കുറച്ച് ദൂരെ സ്കൂൾ കിട്ടണമായിരുന്നു ആഗ്രഹം. പിന്നെ അടുത്ത സ്കൂൾ തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ദൂരമൊക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ ഒരുങ്ങി നിൽക്കുകയും ചെയ്യണം. പിന്നെ വൈകി വരും, അപ്പോഴത്തേക്കും മടുത്തു പോവും. അപ്പം ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ അടുത്തുള്ള സ്കൂൾ കിട്ടിയത് എന്തായാലും നന്നായി എന്നാണ്. പിന്നെ മറ്റന്നാളാണെങ്കിൽ എനിക്ക് യൂണിറ്റ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്, മന്ത്ലി ടെസ്റ്റ് അല്ലേ. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റഡി വ്ളോഗോ ഷോർട്സോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു NSSൽ സ്കൗട്ട് ആൻഡ് ഗൈഡിൽ അങ്ങനെ എന്തെങ്കിലും ചേർന്നോ എന്നൊക്കെ. അപ്പോൾ ഞാൻ 2ലും പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൽ സെലക്ഷൻ കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. ഒരെണ്ണത്തിൽ പേര് കൊടുത്താൽ പിന്നെ അതിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഗ്രേസ് മാർക്കൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ 2ലും പേര് കൊടുത്തു. ഏതിലെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ എക്സാം വരുവാണ്. അപ്പോൾ അത് എഴുതിയാലാണ് ഇപ്പോൾ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയുള്ളൂ. പിന്നെ NSSൻ്റെ 2 ക്ലാസ് ഉണ്ടായിരുന്നു, 2 ശനിയാഴ്ചകളിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിലാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ 2ാമത്തെ ക്ലാസ്സിൽ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ പുല്ലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറപ്പിച്ച് അങ്ങനെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 8 മണിയായപ്പോഴത്തേക്കും ഞാൻ റെഡിയായി പുറത്തോട്ട് ഇറങ്ങി നിന്നു. അപ്പോൾ എൻ്റെ കൂടെ ആണെങ്കിൽ 2 പേരുണ്ട്. അപ്പോൾ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ ഒരു 5:15 ആ ഒരു സമയപ്പോഴത്തേക്കും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ആമസോണിൽ നിന്ന് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കാൽക്കുലേറ്ററായിരുന്നു, ഞാൻ 2 ദിവസം മുമ്പ് ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതെന്ന് പറയുന്നത് ഒരു കാസിയോൻ്റെ ഒരു പിങ്ക് കളർ വരുന്നൊരു കാൽക്കുലേറ്ററാണ്. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങണമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ചുമ്മാ ഒന്ന് ഓൺലൈനിൽ നോക്കിയപ്പോഴത്തേക്കും ഈ ഒരു കളറുള്ള കണ്ടു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ഓർഡർ ചെയ്തു. അപ്പോൾ എല്ലാവരും ബ്ലാക്ക് കളറാണ് എടുക്കുന്നത്. അപ്പോൾ വെറൈറ്റിക്ക് ഒരു പിങ്ക് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എടുക്കണോ ഇനി, ടീച്ചേഴ്സൊക്കെ എന്ത് വിചാരിക്കും, ഈ കുട്ടി മാത്രമേ ഈ കളർ അങ്ങനെയൊക്കെ വിചാരിക്കുമെന്ന് എന്നാലും നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞാനങ്ങ് ഓർഡർ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അമ്മ വന്നപ്പോൾ ഈ ഒരു ഉഴുന്നോട പോലത്തെ സംഭവം ഉണ്ടാക്കി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. അപ്പോൾ കഴിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും എൻ്റർടൈൻമെൻ്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും കണ്ടുകൊണ്ട് കഴിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് നോട്ട് എഴുതാനുണ്ടായിരുന്നു. ഞാൻ 2 ദിവസം മുമ്പ് ആബ്സെൻ്റ് ആയിരുന്നു. ഞാൻ എത്ര ദിവസം ആബ്സെൻ്റ് ആയിന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ആബ്സെൻ്റായി. അപ്പോൾ എനിക്ക് കുറേ നോട്ട് എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സിനോട് അയച്ചു തരാൻ പറയും, ഞാൻ നോട്ട് എഴുതും. അപ്പോൾ പകുതി
സമയം ഇങ്ങനെ നോട്ട് എഴുതി തന്നെ സമയം പോവും. അപ്പോൾ അങ്ങനെ നോട്ട് ചെയ്താണ്. പിന്നെ ഞാൻ വാങ്ങിയ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ നോട്ടാണെങ്കിൽ എനിക്ക് കുറേ എഴുതാനുണ്ട്. ഒരു ദിവസം തന്നെ കുറേ നോട്ട് എഴുതിപ്പിക്കും. എന്ന് വെച്ചാൽ ഈ ബോട്ടണി സുവോളജി അതിൻ്റെയൊക്കെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ NCERT ആണല്ലോ. അപ്പോൾ കുറേ പാരഗ്രാഫ് പോലെ കുറേ ഉണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ അത് ഷോർട്ട് നോട്ട് ആക്കിയിട്ട് എഴുതി തരികയോ ചെയ്യും. അപ്പോൾ എല്ലാ സബ്ജക്റ്റും കുറേ എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ദിവസം സ്കൂളിൽ പോകുമ്പോൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയില്ല, നമ്മൾ ആ ഒരു ഫ്ലോയിൽ എഴുതും. ഒരു ദിവസം ആബ്സെൻ്റായി വീട്ടിലൊന്ന് കുത്തിയിരുന്ന് എഴുതുമ്പോഴാണ് ഇത്ര നോട്ടൊക്കെ നമ്മൾ ഒരു ദിവസം സ്കൂളിൽ പോകുമ്പോൾ എഴുതുമെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ കുറേ നേരം ഇരുന്ന് ഞാൻ നോട്ട് അങ്ങനെ കംപ്ലീറ്റ് ആക്കി. അത് കഴിഞ്ഞിട്ട് ഒരു 8 മണി ആയിരുന്നു അതൊക്കെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ 8 മണി ആയപ്പോഴത്തേക്കും ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ പറയാറുണ്ടല്ലോ, ഞാൻ അങ്ങനെ പഠിക്കാറൊന്നുമില്ല. അപ്പോൾ ഞാൻ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോസ് കണ്ടുകൊണ്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് കാൽക്കുലേറ്റർ എടുത്ത് ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ ഒന്ന് ചുമ്മാ നോക്കാൻ വേണ്ടി ഞാൻ ഓണൊക്കെ ചെയ്ത് 1 2 3 ഒക്കെ അടിച്ച് അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ ഓഫ് ആവുന്നില്ല. അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പണിയില്ല, പകുതി കാര്യങ്ങളും എനിക്കറിയത്തില്ല. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണമല്ലോ വെച്ച് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ സെർച്ച് ചെയ്തപ്പോൾ പിന്നെ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് താഴത്തെ റൂമിലാണ്. അവിടെയാണ് സ്റ്റഡി ടേബിളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ എൻ്റെ റൂമെന്ന് പറയുന്നത് മേലെയാണ്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും പണിയൊക്കെ കഴിഞ്ഞ് ബെഡൊക്കെ ഇട്ട് ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അവിടെ ഒരു റൂം മേക്ക് ഓവറൊക്കെ ചെയ്ത് സ്റ്റഡി ടേബിളൊക്കെ ഇട്ട് ഒരു അടിപൊളി ആക്കണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഒന്നും ആയിട്ടില്ല, ആകെ കട്ടില മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അതൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് സ്റ്റഡി വ്ളോഗ്സൊക്കെ അടിപൊളിയാക്കാൻ. ഇന്ന് ക്ലാസ്സിൽ ഗ്രൂപ്പ് തിരിക്കലുണ്ടായിരുന്നു. മൊത്തത്തിൽ 4 ഗ്രൂപ്പാണ് ഉള്ളത്, റെഡ്, ബ്ലൂ, ഗ്രീൻ, വൈറ്റ്. അപ്പോൾ അതിൽ ഞാൻ വൈറ്റാണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെ റോൾ നമ്പർ വൈസാണ് തിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ലോട്ടിട്ടിട്ട് നമ്മുടെ കളർ തീരുമാനിക്കും. എല്ലാവരുടെ സ്കൂളിലും ഇങ്ങനെയാണോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ഡാൻസിൽ ഞാൻ തിരുവാതിരയ്ക്ക് കൂടിയിട്ടുണ്ട് മറ്റേ സംഭവത്തിൽ. അപ്പോൾ 10th ഞാൻ തിരുവാതിരയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതിലാണ് ഞാൻ കൂടിയത്. പിന്നെ 9th ഞാൻ മാർഗ്ഗംകളിയിലായിരുന്നു. അപ്പോൾ അത് വലിയ ശരിയായില്ല. പിന്നെ തിരുവാതിര കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യവും ഫ്രണ്ട്സൊക്കെ കൂടുന്നതിൻ്റെ കൂടെ അങ്ങനെ പോയി കൂടി. പിന്നെ നാളെ എനിക്ക് കെമിസ്ട്രീൻ്റെ ഒരു ചാപ്റ്റർ ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് രാത്രി ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ കാൽക്കുലേറ്ററിൽ ഓരോ സംഭവം പഠിച്ചുകൊണ്ട് സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റിട്ട് വേണം എന്തെങ്കിലും പഠിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് മോർണിംഗ് സ്റ്റഡി റുട്ടീനും നൈറ്റ് സ്റ്റഡി റുട്ടീനും അങ്ങനത്തെ വ്ളോഗൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ഈയിടെയായിട്ട് ഞാൻ വലുതായിട്ടൊന്നും പഠിക്കുന്നില്ല. അപ്പോൾ ഇനി ഓണം എക്സാം വരികയാണ്. അപ്പോൾ എന്തെങ്കിലും ഇനി സ്റ്റഡി പ്ലാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വേണം നന്നായിട്ട് പഠിക്കാൻ. അപ്പോൾ ഞാൻ ഓണം എക്സാമിൻ്റെ സ്റ്റഡി പ്ലാൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യണം. പിന്നെ ഇനി എക്സാം വരുവാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇനി എഡിറ്റ് ചെയ്ത് വീഡിയോ എടുത്ത് അങ്ങനെ ഇടാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഈ ഇടയായിട്ട് ആഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെ വരുന്നുള്ളൂ, ലോങ് വീഡിയോ ഒക്കെ ആയിട്ട്. അപ്പോൾ ഇനി ഞാൻ കുറച്ചും കൂടെ കൂടുതൽ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ രാവിലെ എനിക്ക് കെമിസ്ട്രി പഠിച്ചു. പിന്നെ സ്കൂളിലോട്ട് പോയി. പിന്നെ വൈകുന്നേരം വന്നിട്ട് ഫസ്റ്റ് യൂണിറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ലാംഗ്വേജാണ്. അപ്പോൾ ഞാൻ ഹിന്ദി ഇരുന്ന് പഠിച്ചു. പിന്നെ സ്കൂളിലോട്ട് പോയി. പിന്നെ വൈകുന്നേരം വന്നു. പിന്നെ അടുത്തത് ഇംഗ്ലീഷായിരുന്നു. അപ്പോൾ അത് പഠിച്ചു. പിന്നെ സ്കൂളിലോട്ട് പോയി എക്സാം എഴുതി പിന്നെ വന്നു. അടുത്തത് ഫിസിക്സാണ്. അപ്പോൾ ഫിസിക്സിൻ്റെ എക്സാമിൻ്റെ തലേദിവസം രാത്രിയാണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള എക്സാം എന്ന് പറയുന്നത് മാത്സ്, ബോട്ടണി, സുവോളജി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റഡി വ്ളോഗും അങ്ങനത്തെ ഡേ ഇൻ മൈ ലൈഫൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറയാം. അപ്പോൾ ഞാൻ എടുക്കാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. ഒരു നോർമൽ ഡേ ആണ്. കുറച്ചും കൂടെ ഞാൻ പഠിക്കാൻ ശ്രമിച്ചു എനിക്കെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഞാൻ ഒന്നും പഠിക്കില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടെ എന്തെങ്കിലും പഠിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.